ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഷമീം കൽപ്പേനി. ഇന്ന് 2025 ഫെബ്രുവരി മാസം 15-ാം തീയതി നമ്മുടെ 2 ഗസ്റ്റുകൾ കൽപ്പേനി ദ്വീപിലേക്ക് വരുന്നുണ്ട്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന സ്പീഡ് വെസലിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. 11-ാം തീയതി, ഈ മാസം 11-ാം തീയതി അവർ കൊച്ചിയിൽ നിന്നും സ്പീഡ് വെസലിൽ യാത്ര പുറപ്പെട്ട് ആന്ത്രോത്ത് ദ്വീപിലെത്തി. 2 ദിവസം അവർ ആന്ത്രോത്ത് ദ്വീപിലെ കാഴ്ചകൾ കണ്ടു. അവിടെ നിന്നും വീണ്ടും സ്പീഡ് വെസലിൽ കയറി കവരത്തി ദ്വീപിൽ പോയി 2 ദിവസം കവരത്തി ദ്വീപിലെ കാഴ്ചകൾ കണ്ടു. ഇന്ന് ഫെബ്രുവരി 15-ാം തീയതി കവരത്തി ദ്വീപിൽ നിന്നും രാവിലെ സ്പീഡ് വെസലിൽ കയറിയതാണ്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് അവർ കൽപ്പേനി ദ്വീപിലെത്തി. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാക്കേജ് വരുന്നത് 3 രാത്രി 4 പകലാണ്. നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോടു കൂടി നിങ്ങളുടെ പാക്കേജ് ആരംഭിക്കും. 4-ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടു കൂടി നിങ്ങളുടെ പാക്കേജ് തീരും. 3 രാത്രി 4 പകലാണ് നമ്മുടെ പാക്കേജിൻ്റെ കണക്ക്. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. 3500 ആദ്യം ഒരാൾ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യേണ്ടത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക. നിങ്ങളുടെ PCCക്ക് 6 മാസം കാലാവധിയുണ്ട്. 6 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഈ PCC ഉപയോഗിച്ച് നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റും. PCCക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ഇൻഷാല്ലാ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും. അതുപോലെ ഒരു 15 ദിവസം കൊണ്ട് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും കിട്ടും. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പലിൻ്റെ പ്രോഗ്രാമൊക്കെ നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം. നമ്മുടെ പിന്നെ ഗസ്റ്റുകൾക്ക് സ്പീഡ് വെസലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇതാ കോണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാക്കേജിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കപ്പലിൻ്റെ ടിക്കറ്റ്, 3 ദിവസത്തെ താമസം, 3 ദിവസത്തെ ഭക്ഷണം, ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരാനുള്ള ടാക്സി, പിന്നെ ആൾ താമസമില്ലാത്ത പെട്ടി ദ്വീപിലേക്കുള്ള പിന്നെ ട്രിപ്പ്, പിന്നെ ടിപ്പു ബീച്ചിലെ കാഴ്ചകൾ, പിന്നെ അലി ബീച്ചിലെ കാഴ്ചകൾ, കൂമേൽ ബീച്ചിലെ കാഴ്ചകൾ, ഒരൊറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും 7 കുളവും, പിന്നെ ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാക്കേജിൽ പെട്ടതാണ്. നമ്മുടെ ഗസ്റ്റുകൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെയും കൊണ്ടുവരികയാണ്. നമ്മുടെ പാക്കേജിൽ പെടാത്ത 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് സ്ക്യൂബ ഡൈവിങ്, ഒരാൾക്ക് 3500 വരുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതുപോലെ ചെറിയ ട്രിപ്പ്, അതും നമ്മുടെ പാക്കേജിൻ്റെ പുറമെയാണ്. താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മുടെ ഗസ്റ്റുകൾ അവർ താമസിക്കുന്ന റൂമിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാക്കേജിൻ്റെ കാര്യങ്ങൾ. അതുപോലെ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക. ഇവിടെ റേഞ്ച് കുറവാണ്, ചിലപ്പം വിളിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ ഗസ്റ്റുകൾ റൂമിലായതിനു ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ കറിയുണ്ട്, അതുപോലെ മീൻ കറിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. നാടൻ ഫുഡാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഗസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗസ്റ്റുകൾ താമസിക്കുന്ന ബീച്ച് സൈഡ് റൂം.